തേജസ് ന്യൂസിലേക്ക് സ്വാഗതം. സൗദി അറേബ്യയ്ക്ക് US F-35 യുദ്ധവിമാനം നൽകുന്നത് US-ഇസ്രായേൽ ബന്ധത്തിന് ഗുരുതരമായ ഭീഷണിയാണെന്ന് ഇസ്രായേൽ മുൻ രഹസ്യാന്വേഷണ വിഭാഗം മേധാവി ടാമിർ ഹൈമാൻ ഇസ്രായേൽ തലസ്ഥാനമായ ടെൽ അവീവിൽ നടന്ന UVID ഡ്രോൺ കോൺഫറൻസിൽ പങ്കെടുക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. US നിലപാട് മാറ്റുന്നത് ഇസ്രായേലിന്റെ പ്രത്യേക സൈനിക ബന്ധങ്ങൾ, നയതന്ത്ര ബന്ധങ്ങൾ എന്നിവ ദുർബലമാക്കും. നിലവിലെ സ്ഥിതി ആശങ്കാജനകമാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഇസ്രായേൽ നല്ല ബന്ധം പുലർത്തുന്നു. എന്നാൽ ഇസ്രായേലുമായുള്ള USന്റെ ബന്ധം അമേരിക്കയിൽ ഒരു രാഷ്ട്രീയ പ്രശ്നമായി മാറുകയാണ്. അത് ഇസ്രായേലിനുള്ള USന്റെ വിശാലമായ പിന്തുണ ഇല്ലാതാക്കും, അദ്ദേഹം പറഞ്ഞു. മുൻകാലങ്ങളിൽ ഇസ്രായേലുമായി ആശയവിനിമയം നടത്താതെ US അറബ് രാഷ്ട്രങ്ങളുമായി സംസാരിക്കില്ലായിരുന്നു. എന്നാൽ ഇത്തവണ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ USലെ വൈറ്റ് ഹൗസിലെത്തി ട്രംപിനെ കണ്ടു. അത് പശ്ചിമേഷ്യയിലെ US നയതന്ത്രത്തിലെ മാറ്റമാണ് കാണിക്കുന്നത്. സാമ്പത്തിക മേഖലയിൽ സൗദി ഇസ്രായേലിനേക്കാൾ പ്രധാനമാണെന്ന് ട്രംപ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. എന്നിരുന്നാലും സൈനിക കാര്യങ്ങളിൽ ഇസ്രായേലിന് US പിന്തുണ തുടർന്നു. ഇപ്പോൾ അവർക്ക് F-35 ഫൈറ്റർ ജെറ്റുകൾ നൽകാൻ പോകുന്നു. ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന പ്രസിഡന്റുള്ള കാലത്താണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ഭാവിയിൽ ഇസ്രായേലിനോട് മമതയില്ലാത്ത ഒരു പ്രസിഡന്റ് USൽ അധികാരത്തിൽ വന്നാൽ എന്തായിരിക്കും സംഭവിക്കുകയെന്നും ടാമിർ ഹൈമാൻ ചോദിച്ചു. USൽ ഇസ്രായേലിനുള്ള ജനപിന്തുണ കുറയുന്നതും പ്രതിസന്ധി സൃഷ്ടിക്കും. ട്രംപിന്റെ ഭരണകാലത്ത് തന്നെ ഇറാനുമായി ആണവ കരാറുണ്ടാക്കാൻ USനെ ഇസ്രായേൽ പ്രേരിപ്പിക്കണമെന്നും ടാമിർ ആവശ്യപ്പെട്ടു. അടുത്ത പ്രസിഡന്റ് വന്നാൽ ഇസ്രായേലിന് ഗുണകരമാവാത്ത കരാറിൽ ഒപ്പിട്ടേക്കാമെന്നാണ് ആശങ്ക. ഇസ്രായേലിന്റെ പ്രശ്നങ്ങളിൽ ഇടപെടേണ്ടെന്ന് US തീരുമാനിക്കാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2008-ൽ US സർക്കാർ പാസാക്കിയ നിയമപ്രകാരം ഇസ്രായേലിന്റെ സൈനിക ശേഷിയെ ബാധിക്കാത്ത രീതിയിൽ മാത്രമേ US ആയുധങ്ങൾ കയറ്റുമതി ചെയ്യാവൂ. സൗദി അറേബ്യയ്ക്കുള്ള ഏതൊരു ആയുധ കയറ്റുമതിക്കും US കോൺഗ്രസിന്റെ അനുമതിയും ആവശ്യമാണ്. സൗദി അറേബ്യയ്ക്ക് US നൽകുന്ന F-35 യുദ്ധവിമാനങ്ങൾക്ക് ഫീച്ചറുകൾ കുറവായിരിക്കുമെന്ന് സൈനിക വിദഗ്ധർ തന്നെ പറയുന്നുണ്ട്. ഇസ്രായേലിന് US നൽകുന്ന F-35 വിമാനങ്ങളെക്കാൾ ഫീച്ചർ കുറവായിരിക്കും സൗദിക്കുള്ള വിമാനങ്ങൾക്കെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. മധ്യപൗരസ്ത്യ ദേശത്ത് ഇസ്രായേലിനുള്ള സൈനിക മേധാവിത്വം ഉറപ്പുവരുത്തുന്ന US നയത്തിന് അനുസൃതമായിട്ടായിരിക്കും വിമാനങ്ങൾ നൽകുക. US കമ്പനിയായ ലോക്ക്ഹീഡ് മാർട്ടിൻ നിർമ്മിക്കുന്ന F-35 സ്വന്തം ആയുധ സംവിധാനങ്ങൾ ഘടിപ്പിക്കാനുള്ള അവകാശം പോലും US സർക്കാർ ഇസ്രായേലിന് നൽകിയിട്ടുണ്ട്. മിഷൻ ഡാറ്റ ഫയൽ, ഇലക്ട്രോണിക് വാർഫെയർ ത്രെറ്റ് ലൈബ്രറീസ്, റഡാർ എമിറ്റർ ഡാറ്റാബേസ്, ഇലക്ട്രോണിക് അറ്റാക്ക് ആൻഡ് ജാമിംഗ് പ്രൊഫൈൽ, സെൻസർ ഫ്യൂഷൻ ലോജിക്, വെപ്പൺ എംപ്ലോയ്മെന്റ് അൽഗോരിതം എന്നീ സോഫ്റ്റ്വെയർ ശേഷികളും ഇസ്രായേലിനുണ്ട്. സൗദി അറേബ്യയ്ക്ക് ഫൈറ്റർ ജെറ്റുകൾ ലഭിച്ചാലും 5ാം തലമുറ വിമാനങ്ങൾക്കായി വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എയർ ടു എയർ മിസൈലായ 260 ജോയിന്റ് അഡ്വാൻസ്ഡ് ടാക്ടിക്കൽ മിസൈൽ ലഭിക്കാൻ സാധ്യതയില്ലെന്ന് മിച്ചൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എയറോസ്പേസ് സ്റ്റഡീസിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡഗ്ലസ് ബെർക്കി പറഞ്ഞു. എന്നാൽ 120 മൈൽ അകലെയുള്ള ലക്ഷ്യങ്ങളെ തകർക്കാൻ കഴിയുന്ന ഈ മിസൈലുകൾ ഇസ്രായേലിന് നൽകും. സഖ്യകക്ഷികളായ രാജ്യങ്ങൾക്ക് US F-35 യുദ്ധവിമാനങ്ങൾ നൽകുന്നുണ്ട്. പക്ഷേ ഓരോ രാജ്യങ്ങൾക്കും പല ശേഷിയിലുള്ള വിമാനങ്ങളാണ് നൽകുന്നത്. പൂർണ്ണശേഷിയുള്ള F-35 US ആർക്കും നൽകിയിട്ടില്ല. ഇപ്പോൾ സൗദിക്ക് നൽകാൻ പോകുന്ന വിമാനം സോഫ്റ്റ്വെയർ തലത്തിൽ നോക്കുകയാണെങ്കിൽ ഇസ്രായേലിനേക്കാൾ സാങ്കേതികമായി താഴ്ന്നതാണ്. നിലവിൽ 2 സ്ക്വാഡ്രൺ F-35 വിമാനങ്ങളാണ് ഇസ്രായേലിന്റെ കൈവശമുള്ളത്. 24 എണ്ണമാണ് ഒരു സ്ക്വാഡ്രണിലുള്ളത്. 3ാം സ്ക്വാഡ്രൺ ഓർഡർ ചെയ്തിട്ടുണ്ട്. എന്നാൽ സൗദിക്ക് 2 സ്ക്വാഡ്രൺ മാത്രമാണ് US നൽകുക. ഇന്റർനാഷണൽ ഡെസ്ക്, തേജസ് ന്യൂസ്.